തെലുങ്ക് മാസ് മസാല ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു ഗംഭീര സിനിമയായിട്ട് തന്നെയാണ് ഡാക്കു മഹാരാജ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബാലയുടെ സ്ക്രീൻ പ്രസൻസും സാഗും ഒക്കെ തന്നെ സൂപ്പർവായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ബാലയ സിനിമകളിൽ നിന്നും കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട് കുറച്ചും കൂടി ഓവർ ദ ടോപ്പ് ആക്ഷൻസ് ഒക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു മേക്കിങ്ങും ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഭയങ്കര രസമുണ്ടായിരുന്നു ഒരു സിനിമയിൽ പുള്ളിക്കാരനെ കാണുവാനായിട്ട്. ആൻഡ് ഓൾസോ തമാനസിന്റെ ബീജിയം തന്നെയാണ് പല സീൻസിനെയും ആക്ഷൻ സീക്വൻസിനൊക്കെ ശരിക്കും എലവേറ്റ് ചെയ്തിട്ടുള്ളത്. ഗൂസ് ബം മൊമെന്റ്സ് തന്നെയായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ സൂപ്പർബായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും ഇദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മാസ് ആക്ഷൻ ഫിലിം കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതൊരു ഡിഫറെന്റ് ആണ്. സോ ബാലയ സിനിമകൾ തീരെ കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്. സോ ബാലയ മൂവികൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണേണ്ട ഒരു മൂവി ആണെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് അഖണ്ഡ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. സോ ആ ഒരു മൂവി കണ്ടുകൊണ്ടാണ് ഞാൻ ബാലയ സിനിമകൾ ഇങ്ങനെ തുരുതുര കണ്ടു തുടങ്ങുന്നത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കുക. അല്ല നിങ്ങൾക്ക് ഇത്തരം സിനിമകളൊന്നും ഇഷ്ടമല്ല, ഇതേപോലെ ഓവർ ദ ടോപ്പ് ആക്ഷൻസ് അദ്ദേഹത്തിന്റെ കോമഡി അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു നൈസ് മാസ് ആക്ഷൻ മസാല മൂവി ആയിട്ടാണ് എനിക്ക് ഡാക്കു മഹാരാജ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.